പുതിയ വർഷം കൂടെ കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ സംവത്സരത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം നാം നോക്കുമ്പോൾ ഏതെല്ലാം നിലയിൽ ദൈവം നമ്മെ പരിപാലിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതാത് സമയങ്ങളിൽ കർത്താവ് നമ്മെ സഹായിച്ചു, നമ്മെ വഴി നടത്തി. നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം നൽകി തന്നു. ആ വലിയ കൃപയ്ക്കായി, ദയയ്ക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് കഴിക്കുവാൻ ആഹാരം നൽകി തന്ന ദൈവം, നമുക്ക് പാർക്കുവാൻ പാർപ്പിടം നൽകി തന്ന ദൈവം, നമുക്ക് ധരിക്കുവാൻ വസ്ത്രം നൽകി തന്നു, നമുക്ക് സഞ്ചരിക്കുവാൻ വാഹനങ്ങൾ നൽകി തന്നു. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം നൽകി തന്നു. നമുക്ക് സമാധാനം നൽകി, സന്തോഷം നൽകി. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നൽകി തന്നു. ഈ കഴിഞ്ഞ 2025 സംഭവബഹുലമായ ഒരു വർഷമായിരുന്നു. എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അനേക അനിഷ്ട സംഭവങ്ങൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. പലരും അപമൃത്യുവിന് ഇരയായി തീർന്നിട്ടുണ്ട്. പല കുടുംബങ്ങളും നിരാശയിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടാകാം. ഒരു പക്ഷേ എന്നെ ശ്രവിക്കുന്ന മാന്യസ്നേഹിതരിൽ പലരും വളരെ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പലരും രോഗികളായി തീർന്നിട്ടുണ്ടാകാം. പലരും ജീവിതത്തിൽ ക്ഷീണം അനുഭവിക്കുന്നവരായി തീർന്നിട്ടുണ്ടാകാം. പലർക്കും വളരെ പ്രയാസങ്ങൾ നേരിട്ട ഒരു വർഷമായി കഴിഞ്ഞ 2025 അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. പലരും ജീവിതത്തിലെ പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് അനുഭവങ്ങളിലൂടെ, പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ തന്നെ കടന്നുപോയ പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഒരു കാര്യം വളരെയധികം ശ്രദ്ധേയമാണ്. മനുഷ്യ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകുന്നുവെങ്കിലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ കൈവിടുന്നില്ല. പ്രത്യുത അവരുടെ പ്രയാസവേളയിൽ അവരെ കരം പിടിച്ച് നടത്തിക്കൊണ്ടുവരുന്നു. അവരുടെ പ്രയാസത്തിൽ അവർ തനിയെയല്ല ജീവിക്കുന്നത്, കർത്താവ് അവരോടൊപ്പമുണ്ട് എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സ്വർഗീയമായ കരം എല്ലാ സമയത്തും നമ്മെ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന വ്യക്തമായ ഉറപ്പാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നാം ഒരുപക്ഷേ ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടാകാം. എന്നാൽ ആ സമയങ്ങളിലും നമ്മെ തനിയെ വിടാതെ നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തിയ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. നാം ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. ഹോലി 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 Lord God Almighty, early in the morning our song shall rise to thee. Holy, 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 merciful and mighty, God in three persons, blessed Trinity. ഈ രാവിലെ സമയത്ത് അത്യുന്നതനായ ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിലും നമുക്ക് ദൈവം കൃപയാൽ അതിനുള്ള അവസരങ്ങൾ നൽകി തരുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. രാവിലെ സമയത്ത് ഉണരുവാനും ദൈവമുഖത്തേക്ക് നോക്കി ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാനും സാധിക്കുന്നത് ജീവിതത്തിൽ എത്രയോ വലിയ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. 116-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും
ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ, എത്രയോ ഉപകാരങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു. കഴിഞ്ഞൊരു വർഷക്കാലം നോക്കുമ്പോൾ അതിൻ്റെ ആരംഭ ദിവസം മുതൽ അവസാന ദിവസം വരെ നോക്കിയാൽ എന്തെല്ലാം ഉപകാരങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു. പ്രിയമുള്ളവരെ, അതൊന്നും നാം മറന്നു പോകരുത് എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുകയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകാതെ ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും നാം പല ഉപകാരങ്ങളും മറന്നു പോകാറുണ്ട്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നമുക്ക് നൽകിത്തന്ന ദാനങ്ങൾ പലതും നാം മറന്നു പോകുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത് അതൊന്നും നാം മറക്കരുത് എന്നുള്ളതാണ്. എത്രയോ ഉപകാരങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമവീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളേണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഈ സന്ദേശത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈ വായിച്ച തിരുവെഴുത്തിൻ്റെ ഭാഗത്തുണ്ട്. സകല കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ ആടുമാടുകളൊക്കെ പെരുകി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ പെരുകി നാം സാമ്പത്തികമായി നല്ല മേന്മ അനുഭവിക്കുന്ന സമയത്ത് നാം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ചിതൊക്കെ ഉണ്ടാക്കി, എൻ്റെ ശ്രമഫലമായി ഞാനിതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് നാം നമ്മുടെ ഹൃദയത്തിൽ നിഗളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനോട് വലിയവനായ ദൈവം അരുളി ചെയ്യുകയാണ്, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം നീ അനുഭവിക്കുമ്പോഴും നീ പണിയാത്ത വീടുകളിൽ നീ പാർക്കുമ്പോഴും നിന്റെ ഹൃദയത്തിൽ നീ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. നിന്റെ കൈകൊണ്ടല്ല നീ ഇതൊന്നും നേടിയത്, വലിയവനായ ദൈവം നിനക്ക് നൽകിയതാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. ഇന്ന് രാവിലെ ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, വലിയവനായ ദൈവം എത്രയോ നമ്മെ അത്ഭുതകരമായി നടത്തി, എത്രയോ അനുഗ്രഹങ്ങൾ നൽകി തന്നു. പിതാമഹന്മാരുടെ കാലങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ അനുഭവത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇതൊക്കെ ദൈവം നമുക്ക് നൽകി തന്ന അനുഗ്രഹങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി വലിയവനായ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ഈ പ്രഭാതം നമ്മെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ വലിയവനായ ദൈവത്തിന് നന്ദി പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. ഈ 2026 എല്ലാ ദിവസങ്ങളിലും അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാകയാൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 2025 പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും ക്ഷീണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മെ കൈവിടാതെ
നമ്മുടെ കരം പിടിച്ച് കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ നമ്മുടെ കരം പിടിച്ച് നമ്മെ കൊണ്ടുവന്ന, നമ്മെ ആശ്വസിപ്പിച്ച, ധൈര്യപ്പെടുത്തിയ, നമുക്കെല്ലാം നൽകിത്തന്ന ആ വലിയവനായ ദൈവം ഇന്ന് രാവിലെയും നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു. ഈ ഒരു വർഷത്തിൽ മുഴുവനും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ 2026 ആരംഭ ദിവസങ്ങളിൽ തിരുസന്നിധിയിലേക്ക് അടുത്ത് വന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷക്കാലം കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. പലതും പ്രയാസകരമായ കാര്യങ്ങളായിരുന്നു, പലതും ഞങ്ങൾക്ക് സങ്കടം സമ്മാനിച്ചിട്ടുള്ളവയായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞങ്ങളെ കൈവിടാതെ അവിടുത്തെ കരം ഞങ്ങളെ മുറുകെ പിടിച്ചു, ഞങ്ങളുടെ കണ്ണുനീരൊപ്പി, ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി, സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം തികയാതെ വരുവോളം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിപ്പിച്ച് ഞങ്ങളെ ഈ 2026 കൊണ്ടുവന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. എല്ലാവരെയും ധൈര്യപ്പെടുത്തി ഈ വർഷം മുഴുവനും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ധാരാളമായി നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.